ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവ്ജിയോട് കൺമണി കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാട്ടോ ചെയ്യുന്നത്. ഇനി ഞാൻ തിങ്കളാഴ്ച മുതൽ അലിയയിലേക്ക് വരില്ല, എൻ്റെ കല്യാണം ഉറപ്പിച്ചു സർ എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ കൺമണി, ഞങ്ങളെന്നറിയാതെ പെട്ടെന്ന് തന്നെ കൺമണി വിവാഹം ഉറപ്പിച്ച കാര്യം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കൺമണി കരയുന്നുണ്ട് കേട്ടോ. എന്താ പ്രശ്നമെന്ന് നീ എന്നോട് തുറന്ന് പറയൂ കൺമണി, നിനക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് ഞാൻ നിന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. സർ, വരുണാണ് എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ആ കല്യാണം നടക്കാനായിട്ട് പോകുന്നത്. വരുൺ ഞങ്ങളെ ആകെ കുടുക്കിയിരിക്കുകയാണെന്നൊക്കെ ദേവ്ജിയോട് കൺമണി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ദേവ്ജി പറയുന്നുണ്ട്, വിഷമിക്കാതെ കൺമണി, ഞങ്ങൾ ഉണ്ട് നിൻ്റെ കൂടെ. ഒരിക്കലും തന്നെ കൺമണി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? കൺമണി രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയുള്ളൂ, അത് കൃഷ്ണനെ തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വരുണാണെങ്കിലും ആ അനിരുദ്ധൻ സാറിനെ വിളിക്കുന്നുണ്ട്. സർ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടക്കണം, കാരണം ആ കൃഷി വരാൻ സാധ്യതയുണ്ട് കല്യാണത്തിന്. അന്നത്തെ ദിവസം തന്നെ ആ കലമ്പാക്കും അവളെയും കൊണ്ട് രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. അവൻ ഒരിക്കലും തന്നെ വരില്ല, അതിന് ഞാൻ ഉറപ്പ് തരുന്നു, ഞാനുണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി എന്ന് പറയാട്ടോ. അതിനുശേഷം തന്നെ കൺമണി വിഷമത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് കൃഷ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്, എന്താ നിൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും, സർ എല്ലാം കൈവിട്ട് പോയ അവസ്ഥയിലാണ്. കാരണം ആ വരുണ് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാരിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. തിങ്കളാഴ്ച രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ കല്യാണം നടക്കാനായിട്ട് പോവാട്ടോ. എന്താ ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ ആ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് തന്നെയാണ് വരുൺ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാരണം അച്ഛനും അതുപോലെ ഏട്ടനും ആ കുഞ്ഞു ഗോകുലും എല്ലാം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ എനിക്ക് സഹിക്കാൻ സാധിക്കില്ല സർ, അതുകൊണ്ടാണ് എനിക്ക് ആകെ വിഷമം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ലായിരുന്നു എന്ന് പറയുന്നു. കൺമണി ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ വരുണിനോട് പറഞ്ഞതൊന്നും അവൻ ഒരിക്കലും അനുസരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. എന്തായാലും കൺമണി സങ്കടപ്പെടാതിരിക്കുക, ഞാനില്ലേ നിൻ്റെ കൂടെ, ഒരിക്കലും നിന്നെ അവന് ഞാൻ വിട്ടുകൊടുക്കൂ. നിൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് ഞാനാണല്ലോ, അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് ജീവിതകാലം മുഴുവൻ ജീവിക്കുള്ളൂ. സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടി നമ്മളാണ് ജീവിക്കുന്നത്, അല്ല വരുണല്ല. ഒരിക്കലും തന്നെ അവൻ നിൻ്റെ മേൽ കൈവയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അവൻ കൂട്ടായിട്ട് അനിരുദ്ധൻ സാറൊക്കെ ഉണ്ട് സാർ, അപ്പോൾ കൂടുതൽ ബലമാണ് അവനെന്ന് പറയുമ്പോൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഏത് സാറുണ്ടെങ്കിലും ഞാനുണ്ട് നിൻ്റെ കൂടെ, എൻ്റെ പെണ്ണിനെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ കൃഷി കൺമണിയോട് പറയുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.